ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റായ കുടയോളം ഭൂമിയിലെ ഒരു ഭാഗമാണ്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? ഇതാ ഒരു മായാലോകം. എഴുതിയിരിക്കുന്നത് പ്രൊഫസർ എസ് ശിവദാസ് ആണ്. അപ്പം നമുക്ക് വായിച്ചു നോക്കാം. മണ്ണിനുള്ളിലേക്ക് നമ്മുടെ നോട്ടം അത്ര എത്താറില്ല. ഒരു ശാസ്ത്രജ്ഞൻ മണ്ണിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ലേഖനം വായിക്കൂ. ഇതാ ഒരു മായാലോകം. ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി. ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു, ഇനി മണ്ണിലേക്കൊന്ന് നോക്കിയാലോ? അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു. എന്നിട്ടോ മണ്ണിലൊരു മായാലോകം കണ്ടെത്തി. അതിരസകരമായ ആ കഥ കേട്ടോളൂ. 100ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത്. ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ? ഡോക്ടർ വില്യം ബീബ്, ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ. ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെയൊരു വിചിത്രമായ ആശയം തോന്നിയത്. കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. അതിനായി അദ്ദേഹം കുറേ ദിവസങ്ങൾ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു. കൊടും കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇലകൾ വീണടിഞ്ഞു കിടക്കുന്ന മണ്ണിനു മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു. കാട്ടരുവിയിലൂടെയും സഞ്ചരിച്ചു. അപ്പോഴൊക്കെ കണ്ണ് മരത്തിലായിരുന്നു. പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ? അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞും വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു. അപ്പോഴൊന്നും നിലത്തേക്കൊന്ന് നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു. അങ്ങനെ തിരക്കിട്ട പണി തീരാറായി. ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം. അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം, കടലിലെത്തണം, കപ്പലിൽ കയറണം, പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര. അപ്പോഴേ ന്യൂയോർക്കിലെത്തൂ. കപ്പലിൽ കാടില്ല, മരങ്ങളില്ല, പക്ഷികളുമില്ല. അപ്പോൾ നേരം പോകാനെന്താണ് വഴി? അതിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് പരിശോധന. ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണിലും രഹസ്യങ്ങൾ കണ്ടേക്കാം. അങ്ങനെയൊരു സംശയം എങ്ങനെയോ ആ ശാസ്ത്രജ്ഞൻ്റെ മനസ്സിൽ കയറിപ്പറ്റി. അക്കാലത്ത് ആ സംശയത്തെപ്പറ്റി മറ്റാരെങ്കിലും കേട്ടിരുന്നുവെങ്കിൽ അത് കിറുക്കാണെന്ന് പറയുമായിരുന്നു. ഡോക്ടർ ബീബിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ. എന്നാൽ ഒരു കാര്യം അറിയണം, നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്തരം സംശയങ്ങൾ തോന്നും. അത്തരം കിറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നത്. അങ്ങനെ ഒരാശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത്, ഉടൻ പ്രവർത്തിക്കണം. ഡോക്ടർ ബീബും അതുതന്നെ ചെയ്തു. അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്തു. അത് നിറയെ മണ്ണ് വാരിയിട്ടു. കാട്ടുമണ്ണാണ് കുത്തിയിളക്കി വാരുന്നതെന്ന് ഓർക്കണം. കാട്ടിൽ മണ്ണിന് മുകളിൽ കരിയില മെത്തയുണ്ടായിരിക്കും. കരിയിലകളുടെ അനേകം അടുക്കുകൾ. അടിഭാഗത്തെ കരിയിലകൾ കുറേ ചീഞ്ഞളിഞ്ഞിരിക്കും. അഴുകിയും പൊടിഞ്ഞും മണ്ണിന് മുകളിലൊരു പാളിയായി കിടപ്പുണ്ടാകും. അതിനു താഴെയാണ് കാട്ടിലെ മേൽമണ്ണ്. അഴുകി പൊടിഞ്ഞു കിടന്ന കരിയിലയും മേൽമണ്ണുമെല്ലാം കൂടി തന്നെയാണ് ചാക്കിൽ നിറച്ചത്. ആ മൺചാക്കുമായി അദ്ദേഹം മടക്കയാത്ര തുടങ്ങി. ആദ്യം ബോട്ടിലൂടെ കടലിലെത്തി, പിന്നെ കപ്പലിലേക്കു കയറി. മറക്കാതെ മൺചാക്കും കപ്പലിൽ കയറ്റി. കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു. കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഇത്ര കുറച്ചു മണ്ണിൽ ഇത്രയേറെ ജീവികളോ? ആ കാട്ടുമണ്ണ് നിറയെ ജീവികളായിരുന്നു. ഉറുമ്പുകൾ, ചിതലുകൾ, വണ്ടുകൾ, തേളുകൾ, പുഴുക്കൾ, മണ്ണിരകൾ, ഒച്ചുകൾ, വെറും കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ജന്തുക്കൾ തന്നെ എത്രയധികം! ഈ മണ്ണിന് ജീവനുണ്ട്, അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ കൈവശം വലിയ ലെൻസ് ഉണ്ടായിരുന്നു. വസ്തുക്കളെ വലുതായി കാണിക്കുന്ന തരം ലെൻസ്. അതുപയോഗിച്ച് അദ്ദേഹവും കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു. അപ്പോൾ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു. 100 കണക്കിന് കൊച്ചു കൊച്ചു ജീവികൾ. ഓരോന്നും അതിൻ്റെ മൺതരിയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു, ഇളകുന്നു, മൺതരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നു. ഡോക്ടർ ബീബും കൂട്ടുകാരും കൂടി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു. വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങളൊരു മായാലോകം തന്നെ കണ്ടു. മണ്ണിനടിയിലെ ലോകം, ഇരുട്ടിൻ്റെ ലോകം, ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം, ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെയും ലോകം. അവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു. കുമിളുകൾ അഥവാ ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു. മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു. അവിടെ ആരെയും അമ്പരിപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന് ശത്രുക്കളെ പറ്റിക്കുന്നു. വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടാക്കിയിരിക്കുന്നു. ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലിരുന്നും മിമിക്രി കാണിക്കുന്നു.
തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീബ് പുറം ലോകത്തെപ്പറ്റി മറന്നുപോയി. താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി മണ്ണിനുള്ളിലെ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി. പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തെത്തിയ കഥ കേട്ടിട്ടില്ലേ? താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തെത്തിയ മറ്റൊരു ആലീസ്. അപ്പോൾ ഈ ഒരു കഥ മണ്ണും മനുഷ്യനും എന്ന കഥയിൽ നിന്നാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം. കാണാക്കാഴ്ചകൾ. ലേഖനം വായിച്ച് ഓരോരുത്തരും ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഉദാഹരണം, വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത്? ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ കൈമാറി വായിക്കുക. ഓരോ ഗ്രൂപ്പും മികച്ച 10 ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കണം. ആവർത്തനങ്ങൾ ഒഴിവാക്കി ചോദ്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതണം. ഉത്തരങ്ങളും എഴുതി വയ്ക്കണം. തുടർന്ന് 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചോദ്യോത്തര പയറ്റ് നടത്തൂ. ചോദ്യം 1. ആരായിരുന്നു ഡോക്ടർ വില്യം ബീബ്? ആൻസർ: ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ. ചോദ്യം 2. വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു? ആൻസർ: കാട്ടുമണ്ണ് പരിശോധിക്കണമെന്നായിരുന്നു. ക്വസ്റ്റ്യൻ 3. എന്തിൻ്റെയെല്ലാം അടിയിലായിട്ടാണ് കാട്ടിലെ മണ്ണ് കാണപ്പെടുന്നത്? ആൻസർ: കാട്ടിലെ മണ്ണിന് മുകളിൽ കരിയിലകളുടെ അനേകം അടുക്കുകൾ ഉണ്ടായിരിക്കും. അവ ചീഞ്ഞളുകി മണ്ണിന് മുകളിൽ ഒരു പാളിയായി കിടപ്പുണ്ടായിരിക്കും. അതിനും അടിയിലാണ് മണ്ണ്. 4. ചോദ്യം. മണ്ണ് പരിശോധിച്ച ഡോക്ടർ വില്യം ബീബും കൂട്ടുകാരും മണ്ണിൽ എന്തെല്ലാം ജീവികളെയാണ് കണ്ടത്? ആൻസർ: ഉറുമ്പുകൾ, ചിതലുകൾ, വണ്ടുകൾ, തേളുകൾ, പുഴുക്കൾ, മണ്ണിരകൾ, ഒച്ചുകൾ. ചോദ്യം 5. മണ്ണിലെ ജീവികളെ കണ്ട ഡോക്ടർ വില്യം ബീബ് അറിയാതെ പറഞ്ഞു പോയതെന്ത്? ഈ മണ്ണിന് ജീവനുണ്ട് എന്ന്. ഇനി 6. ചോദ്യം. ലെൻസ് വെച്ച മണ്ണ് പരിശോധിച്ച ബീബും കൂട്ടുകാരും കണ്ടതെന്ത്? ആൻസർ: വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നൂറുകണക്കിന് കൊച്ചു കൊച്ചു ജീവികളെ. ഇനി ക്വസ്റ്റ്യൻ 7. ബീബു കണ്ട മായാലോകത്തെ കാഴ്ചകൾ എന്തെല്ലാമായിരുന്നു? ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു. കുമിളുകൾ കാടുകളായി വളർന്നിരിക്കുന്നു. മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു. അവിടെ ആരെയും അമ്പരിപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു പുളഞ്ഞ് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്നു ശത്രുക്കളെ പറ്റിക്കുന്നു. വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടായിരിക്കുന്നു. ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലും മിമിക്രി കാണിക്കുന്നു. ഇനി 8. ചോദ്യം. മണ്ണിനുള്ളിലെ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെയെന്ന് ഡോക്ടർക്ക് തോന്നിയതെപ്പോൾ? ആൻസർ: തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ അത്ഭുത ലോകം കണ്ടപ്പോഴാണ് മണ്ണിനുള്ളിലെ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ എന്ന് ഡോക്ടർ ബീബിന് തോന്നിയത്. അടുത്ത ക്വസ്റ്റ്യൻ. എവിടെ വെച്ചാണ് ഡോക്ടർ വില്യം ബീബിന് വിചിത്രമായ ആശയം തോന്നിയത്? ആൻസർ: ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ച്. 10. ചോദ്യം. എവിടെ വെച്ചാണ് ഡോക്ടർ ബീബും കൂട്ടുകാരും മണ്ണ് പരിശോധന നടത്തിയത്? ആൻസർ: കപ്പലിൽ വെച്ച്. 11. ചോദ്യം. എന്തുകൊണ്ടാണ് വില്യം ബീബിൻ്റെ ചിന്തകളെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത്? കാട്ടിൽ പക്ഷികളെ ശേഖരിക്കാൻ എത്തിയ വില്യം മണ്ണ് പരിശോധിക്കുവാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇതൊരു വിചിത്രമായ ആശയം എന്ന് പറയുന്നത്. ഇതുപോലെ മക്കൾ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്തണം കേട്ടോ. അടുത്തവർക്ക് ആലീസിൻ്റെ അത്ഭുത ലോകം. പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തെത്തിയ കഥ കേട്ടിട്ടില്ലേ? ഞാനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തെത്തിയ മറ്റൊരു ആലീസ്. ലൂയിസ് കരോൾ എഴുതിയ ആലീസിൻ്റെ അത്ഭുത ലോകം എന്ന നോവൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനാശാലയിൽ നിന്നോ എടുത്തു വായിക്കൂ. ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. വായനാക്കുറിപ്പ്. ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ലൂയിസ് കരോൾ എഴുതിയ പ്രശസ്തമായ ബാലസാഹിത്യ നോവലാണ് ആലീസിൻ്റെ അത്ഭുത ലോകം. ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച ഈ കൃതി 174 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയായ ആലീസ് ഒരു വെള്ളമുയലിനെ പിന്തുടർന്ന് വിചിത്ര ലോകത്തിൽ എത്തിച്ചേരുന്നതും അത്യന്തം വിസ്മയകരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നതായി സ്വപ്നം കാണുന്നതുമാണ് ഇതിലെ കഥ. ഒരു ദ്രാവകം കുടിക്കുമ്പോൾ
ചെറുതാവുക, ഒരു കഷ്ണം കേക്ക് കഴിക്കുമ്പോൾ വലുതാവുക, പൂന്തോട്ടത്തിലെ പൂക്കൾ സംസാരിക്കുന്നത് കേൾക്കുക, ഇവയൊക്കെ ഈ കഥയിലെ ആലീസിൻ്റെ വിചിത്ര അനുഭവങ്ങളാണ്. ആലീസ് സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നതോടെ കഥ അവസാനിക്കുന്നു. മൗസ്, ഡോഡോ, കേറ്റർപില്ലർ, താറാവ് എന്നിവർ ഈ കഥയിലെ മറ്റു ചില പ്രധാന കഥാപാത്രങ്ങളാണ്. അടുത്ത ചോദ്യം, ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ. ഈ ചിത്രം നോക്കൂ, ഇതിലെന്തെല്ലാം ഉണ്ട്? ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ? ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ചിത്രത്തിൽ പച്ച പിടിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കുന്നും പുഴയും കാണാം. മരങ്ങൾ വെട്ടിമുറിച്ച് ലോറിയിൽ കൊണ്ടുപോകുന്നു. കുറേ മരക്കുറ്റികൾ കാണുന്നുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുന്ന് ഇടിക്കുന്നതും പാടങ്ങൾ നികത്തുന്നതും ചിത്രത്തിലുണ്ട്. ഫാക്ടറിയിലെ മലിനജലം ജലാശയത്തിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഒഴുകിയെത്തുന്നു. ഇത്തരം പ്രവൃത്തികൾ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ഇല്ലാതാക്കുന്നു. ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ അവകാശമുണ്ട്. വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് നാം വസിക്കുന്ന ഭൂമി എന്ന് നമ്മൾ മറക്കരുത്. അടുത്തത് വായിക്കാം, കണ്ടെത്താം. ചുവടെ കൊടുത്ത പദജോഡികൾ ശ്രദ്ധിക്കൂ. അവയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കണ്ടു, കണ്ട, തുറന്നു, തുറന്ന, ചിന്തിച്ചു, ചിന്തിച്ച. ഇതുപോലുള്ള കൂടുതൽ പദജോഡികൾ പാഠഭാഗത്തു നിന്നും മറ്റും കണ്ടെത്തി എഴുതുക. ഇവിടെ കണ്ടു, തുറന്നു, ചിന്തിച്ചു എന്നീ പദങ്ങളൊക്കെ എന്താണ് മക്കളെ? പൂർണ്ണക്രിയകളാണ് അല്ലേ? അത് പൂർത്തിയായിട്ടുണ്ട്. കണ്ട, തുറന്ന, ചിന്തിച്ച എന്നീ പദങ്ങൾ അപൂർണ ക്രിയകളാണ്. വേറെ വാക്കുകളും കൂടെ ചേരുമ്പോഴാണ് അത് പൂർണ്ണമാകുള്ളൂ. ഇനി നമുക്ക് അതുപോലുള്ള വാക്കുകൾ നോക്കാം. കിടന്നു, കിടന്ന, അലഞ്ഞു, അലഞ്ഞ, പിടിച്ചു, പിടിച്ച, നടന്നു, നടന്ന, പറഞ്ഞു, പറഞ്ഞ, മറന്നു, മറന്ന, സഞ്ചരിച്ചു, സഞ്ചരിച്ച, തിരഞ്ഞെടുത്തു, തിരഞ്ഞെടുത്ത, തിരിച്ചറിഞ്ഞു, തിരിച്ചറിഞ്ഞ, പോയി, പോയ, പറ്റിച്ചു, പറ്റിച്ച. അങ്ങനെ ഇനിയും കൂടുതൽ വാക്കുകൾ മക്കൾ കണ്ടെത്തുക കേട്ടോ. അടുത്ത ചോദ്യം, മണ്ണറിവ്, പൊന്നറിവ്. ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം. അപ്പോൾ മക്കൾ ഞാനിതിൽ വായിക്കുമ്പോൾ ടെക്സ്റ്റിൽ നോക്കുക കേട്ടോ. ടെക്സ്റ്റിൽ ഗൂഗിളിൽ ടെക്സ്റ്റ് വരാത്തത് കൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല. അപ്പോൾ മണ്ണറിവ്, പൊന്നറിവ്. ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം, മണ്ണ് പൊന്നാക്കണം, ചോറ് ചോറാക്കണം, ചോറ് ചേറാക്കരുത്. മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പഴഞ്ചൊല്ലുകൾ നമ്മോട് പറയുന്നത് എന്തെല്ലാം? പാഠഭാഗത്ത് നിന്ന് മണ്ണിനെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രസംഗം തയ്യാറാക്കൂ. ലോക മണ്ണുദിന, അതായത് ഡിസംബർ 5 ലോക മണ്ണുദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ. നമസ്കാരം. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മണ്ണ്. ആരോഗ്യമുള്ള ജനതയ്ക്ക് നൽകുന്ന ഉറച്ച നിക്ഷേപമാണ് ആരോഗ്യമുള്ള മണ്ണ്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ പരിപാലനവും സംരക്ഷണവും ഉറപ്പാക്കേണ്ടതുണ്ട്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പരമാവധി വെള്ളം ഭൂമിയിൽ താഴാൻ അനുവദിക്കുക, തികച്ചും ജൈവ കൃഷി മാത്രം അനുവർത്തിക്കുക, മാരക കീടനാശിനികൾ മണ്ണിൽ ഉപയോഗിക്കാതിരിക്കുക, ജൈവ മാലിന്യങ്ങളെ മണ്ണിൽ അലിഞ്ഞു ചേരാൻ അനുവദിക്കുക തുടങ്ങിയവ ശ്രദ്ധിച്ചാൽ നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാൻ കഴിയും. ഡോക്ടർ വില്യം ബീബ് കണ്ടെത്തിയത് പോലെ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. ഈ സൂക്ഷ്മജീവികളാണ് മണ്ണിന് ജീവൻ നൽകുന്നത്. അമിതമായ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം ഈ സൂക്ഷ്മജീവികളെ നശിപ്പിച്ചു കളയുന്നു. ഭൂമിയുടെ സ്വഭാവവും കഴിവും മനസ്സിലാക്കി അതിനനുയോജ്യമായ കൃഷിരീതികൾ നടപ്പിലാക്കുക. മണ്ണിനെ ചൂഷണം ചെയ്യുന്നത് തടയാനും മണ്ണിൻ്റെ സമൃദ്ധി നിലനിർത്താനും വൈവിധ്യമാർന്ന കൃഷി സമ്പ്രദായത്തിലേക്ക് നാം തിരിച്ചു പോകേണ്ടതുണ്ട്. മണ്ണിനുള്ളിലെ മായാലോകത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും അതിനെ സംരക്ഷിക്കുകയും വേണം. ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള മണ്ണ് വേണം. മണ്ണിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയുടെ അതിജീവനത്തിനും നിലനിൽപ്പിനും സാധിക്കുകയുള്ളൂ. മണ്ണിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്തവുമാണ്. മണ്ണ് ഒരു പുതപ്പ് പോലെ ഭൂമിയെ സംരക്ഷിക്കുന്നു. അതുപോലെ നമ്മളും മണ്ണിനെ സംരക്ഷിക്കുക. നന്ദി. അടുത്ത ചോദ്യം, കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ്. ഒരിക്കലൊരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി. ആ കിറുക്ക് മണ്ണിനെക്കുറിച്ചും മണ്ണിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന് വഴിതെളിച്ചു. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ, ചെടികൾ, പൂക്കൾ, കുളങ്ങൾ, വയൽ, പുഴ തുടങ്ങിയവയെക്കുറിച്ച് എന്തെല്ലാം അറിയാം? ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ, അവതരിപ്പിക്കൂ.
എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു വലിയ മാവുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നല്ല തണലാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം അവിടെ കളിക്കാറുണ്ട്. ഒരുപാട് പക്ഷികളുടെയും പല ചെറുജീവികളുടെയും വാസസ്ഥലമായി ആ മരം നിലനിൽക്കുന്നു. ഈ മരത്തിൽ കൂടുകൂട്ടിയ കാക്കയുടെയും മറ്റ് പക്ഷികളുടെയും സ്വരം കേട്ടാണ് ഞാൻ രാവിലെ ഉണരുന്നത്. ഈ മരം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാ ഒരു മായാലോകം എന്ന ഈ ഒരു ചെറിയ കഥ മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.